ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി സെറ്റപ്പാണ്. അടിപൊളി സെറ്റപ്പ് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ബാങ്ക് അക്കൗണ്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ, അതേപോലെ പേടിഎം, അതേപോലെ ഈ UPI ID ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ, പേടിഎം എല്ലാം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ സിമ്പിളായിട്ട് ഗൂഗിൾ പേ, പേടിഎം ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ, അതുപോലെ തന്നെ ക്യാഷ് പേ ചെയ്യാൻ, ഷോപ്പിൽ പോയപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്തൊരു സ്ഥലമല്ല, അപ്പോൾ ഷോപ്പിൽ പേ ചെയ്യാൻ, പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, DTH, അങ്ങനെ എല്ലാ സകല കാര്യങ്ങൾക്കും ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാം ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഗൂഗിൾ പേ ഇല്ലാത്ത ആളുകൾ, അതേപോലെ പേടിഎം ഇല്ലാത്തവരൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഇതില്ലാത്ത ആളുകൾ ഉണ്ട് ഇപ്പോഴും. ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് കാരണം ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി വേണം എന്നുള്ളവരുണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതെങ്ങനെയാണ്? ആ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് എങ്ങനെ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം, മൊബൈൽ ആപ്പ് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? സിമ്പിളായിട്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാം, അതും സീറോ പേയ്മെൻറ്റിൽ നമ്മൾ പൈസ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്കെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഈ മൊബൈൽ നമ്പർ വെച്ച് ഉണ്ടാക്കിയ ഒരു ബാങ്ക് അക്കൗണ്ട്. അതായത് എയർടെല്ലിൻ്റെ ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണിത്. ഇതിൽ നമുക്ക് DTH, വൈഫൈ, സിമ്മ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ടിക്കറ്റ്, ഡെബിറ്റ് കാർഡ്, ഫാസ്ടാഗ്, അങ്ങനെ സകല ഐറ്റംസും ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ അതിന് അപേക്ഷിക്കാം. പിന്നെ ഈ ബാങ്കിൻ്റെ തന്നെ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ അതിനും നമുക്ക് അപേക്ഷിക്കാം. പിന്നെ ആർ യു ലുക്കിംഗ് ഫോർ ഹെൽപ്പ് 24/7 ഹെൽപ്പ് ഉണ്ട്. നമുക്ക് ബാങ്കിനെ പറ്റി, അക്കൗണ്ടിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂർ നമുക്ക് ഹെൽപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും, എല്ലാ സെറ്റപ്പുള്ളൊരു ബാങ്ക് അക്കൗണ്ടാണിത്. ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാം, പേടിഎം യൂസ് ചെയ്യാം, അങ്ങനെ എല്ലാ ഐറ്റംസും സാധാരണ ബാങ്ക് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ ബാങ്കും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് 0 ഡൗൺ പേയ്മെൻറ്റാണ് ഇതിന് വേണ്ടത്. ഇതിന് പൈസ നമ്മൾ അക്കൗണ്ടിൽ എത്ര വേണം എന്നൊരു ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ID വെരിഫൈ ചെയ്യാം. ID വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ആക്റ്റീവായി കിട്ടും. ഈ അക്കൗണ്ട് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് അക്കൗണ്ട് നമ്പറായിട്ട് വരുന്നത്. ഈ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഗൂഗിൾ പേ എങ്ങനെ ഉപയോഗിക്കാമെന്നായിരിക്കും. ഈ ഗൂഗിൾ പേ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ നമ്പർ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണല്ലോ ഗൂഗിൾ പേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഫോൺ നമ്പർ ചോദിക്കും, ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മൾ ഇതിൽ ഉപയോഗിച്ച നമ്പർ ഏതാണോ, മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ നമുക്ക് അക്കൗണ്ട് ആക്റ്റീവായി വരും. അതിൽ നമ്മൾ ID പിൻ നമ്പർ സെറ്റ് ചെയ്യുക. ആ പിൻ നമ്പർ 2 പ്രാവശ്യം കൊടുക്കുക. അതോടുകൂടെ നമുക്ക് ഗൂഗിൾ പേ, അതായത് പേടിഎം എല്ലാം ആക്റ്റീവായി കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ പേ, പേടിഎം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.